വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ ഡീപ്പ് ലേണിംഗ് ഇൻ മലയാളം എന്ന് പറയുന്ന സീരീസിലെ 20ാമത്തെ വീഡിയോയാണ്. നമ്മുടെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പൈടോർച്ച് എന്ന് പറയുന്ന ഒരു ഡീപ്പ് ലേണിംഗ് മെഷീൻ ലേണിംഗ് ലൈബ്രറി നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ പൈടോർച്ച് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് തന്നെ ഉപയോഗിക്കുന്ന ടെൻസർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ടെൻസർ ഇനിഷ്യലൈസ് ചെയ്യാനും അതിനെ സ്ലൈസ് ചെയ്യാനും റീഷേപ്പ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചു. ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും പറയുന്ന ഒന്ന് NumPyയും പൈടോർച്ച് നമ്മളൊരു കമ്പാരിസണാണ്. എന്തുകൊണ്ടാണ് നമ്മൾ NumPyക്ക് പകരം പൈടോർച്ച് ഉപയോഗിക്കുന്നത്. രണ്ട്, നമുക്ക് പൈടോർച്ചിന് GPU സപ്പോർട്ട് ഉണ്ടെന്ന് നമ്മൾ പഠിക്കേണ്ടായി. എങ്ങനെയാണ് GPU സപ്പോർട്ട് കിട്ടുക, നമുക്ക് ഗൂഗിൾ കൊളാബിൽ GPU സത്യത്തിൽ അവൈലബിൾ ആണ്, അതെങ്ങനെ ഉപയോഗിക്കാം. രണ്ട്, മൂന്ന്, പിന്നെ പറയുന്നത് ഈ NumPyയും പൈടോർച്ച് തന്നെ GPUയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് അഡ്വാൻറ്റേജ് ആണുള്ളതാണ്. ശരിക്കും ഒരു പെർഫോമൻസ് അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. ആ പെർഫോമൻസ് അഡ്വാൻറ്റേജ് എത്രത്തോളമാണ് അത്. പിന്നെ പറയുന്നത് നമ്മുടെ പൈടോർച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഓട്ടോഗ്രാഡ് അല്ലെങ്കിൽ ഓട്ടോ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി പൈടോർച്ചിനുണ്ട്. അതായത് നമ്മുടെ ലോസ് ഫംഗ്ഷന് ഓരോ പാരാമീറ്ററും വെച്ചിട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമുക്ക് വെയിറ്റുകൾ അപ്ഡേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഗ്രേഡിയന്റ് ഡിസെൻഡർ റൂള് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമാണ്. ഇപ്പോൾ ഈ ഡെറിവേറ്റീവ്സ് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ഓട്ടോഗ്രാഡ് അല്ലെങ്കിൽ ഓട്ടോ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഈ പരിപാടി എങ്ങനെയാണ് നമ്മുടെ പൈടോർച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ വിശദമായി പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പുള്ള കോഡൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പൈടോർച്ചും NumPyയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു NumPy അറേ ഉണ്ടാക്കിയിരിക്കുകയാണ്. x_np x.NumPy എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് മുമ്പ് x എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ ഉണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് x എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മുടെ കയ്യിലുണ്ട്. എന്തായിരുന്നു x എന്ന് പറയുന്നത് വൺസ് ആയിരുന്നു. കണ്ടോ, x=torch.once എന്ന് പറയുന്ന ഒരു എല്ലാ വാല്യൂസും 1 ആയിട്ടുള്ള ഒരു ടെൻസർ ആയിരുന്നു x. അപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ x_np x.NumPy എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടെൻസർ ഉണ്ടല്ലോ, x എന്ന് പറഞ്ഞ ടെൻസർ എന്താണ് നമുക്കിവിടെ x പ്രിന്റ് ചെയ്താൽ അറിയാം. ഞാനിവിടെ ആദ്യം x പ്രിന്റ് ചെയ്യാം. പ്രിന്റ് x എന്ന് പറഞ്ഞ ടെൻസർ എന്താണ്, സൂം ചെയ്യാം. ഞാൻ ഫുൾ സ്ക്രീൻ ആക്കിയതാണ്. ഓക്കെ, അപ്പോൾ x എന്ന് പറഞ്ഞ ടെൻസർ എന്താണ്? x എന്ന് പറയുന്ന ഒരു ടെൻസറാണ്. അതിൻ്റെ അകത്ത് 1 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 എന്ന് പറയുന്ന ടെൻസറാണ്. പക്ഷേ നിങ്ങൾ നോക്കി അറിയാതൊരു ടെൻസറാണ്, കണ്ടോ. അപ്പോൾ ഞാൻ ആ ടെൻസറിനെ NumPy അറേയാക്കി മാറ്റുകയാണ്. അതിനാണ് എന്ത് ചെയ്യുക, x.NumPy എന്ന് വിളിച്ചു കഴിഞ്ഞാൽ x_np നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ NumPy അറേ കിട്ടും. എന്നിട്ട് ഞാൻ രണ്ടിൻ്റെയും ടൈപ്പ് പ്രിന്റ് ചെയ്ത് നോക്കി. എക്സിൻ്റെ ടൈപ്പ് പ്രിന്റ് ചെയ്ത് നോക്കി, അത് ടെൻസറാണ് കിട്ടിയത്. x_npയുടെ ടൈപ്പ് പ്രിന്റ് ചെയ്തവർക്ക് അത് NumPy അറേയാണ് കിട്ടിയത്. എന്നിട്ട് ഞാൻ x_np പ്രിന്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്കത് NumPy അറേ മോഡലിൽ കിട്ടി. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചത് സത്യത്തിൽ നമുക്കൊരു ടെൻസർ ഉണ്ടെങ്കിൽ അതിനൊരു NumPy അറേ ആയിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് നമ്മൾ തിരിച്ച് NumPy എന്ന് തിരിച്ച് നമുക്ക് ഒരു ടെൻസറിലേക്ക് ഇതിനെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പം ഞാനിവിടെ എന്താണ് ഒരു NumPy അറേ ഉണ്ടാക്കുകയാണ്. a എന്നും പറഞ്ഞിട്ടുള്ള എന്താണ് ചെയ്യുന്നത്, റാൻഡം ആയിട്ടുള്ള 5 വാല്യൂസ് ഉള്ള ഒരു നമ്പറാണ്, ഒരു NumPy അറേയാണ് a. a=np.random.randn(5) എന്നാണ് 5 എലമെന്റ്സ് ഉള്ള ഒരു a ആണ്. പക്ഷെ അതിന് വേണ്ടി a-നെ ഞാൻ പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ അതിനെ ടോർച്ചിലേക്ക് മാറ്റുന്നു. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ NumPy ടോർച്ച് ആയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ടെൻസർ ആയിട്ടുണ്ടായിരുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറിനെ നമ്മൾ എന്താക്കി മാറ്റിയാണ്, NumPy അറേ ആക്കിയാണ് മാറ്റിയെങ്കിൽ ഇവിടെ നോക്കൂ, ഞാൻ എന്താണ് 5 നമ്പേഴ്സ് ജനറേറ്റ് ചെയ്തു ഒരു അറേ ആയിട്ട്. അതൊരു NumPy അറേയാണ്. അതായത് NumPy അറേയാണ്. അതിനുശേഷം ഞാൻ എന്തിനാണ് ടെൻസറാക്കി മാറ്റുന്നു. എന്നിട്ട് ഞാൻ ആ a പ്രിന്റ് ചെയ്തു. അതാണ് ഈ പ്രിന്റായി വന്നിരിക്കുന്നത്. അതിനുശേഷം a_pt എന്ന് പറഞ്ഞ് torch.from NumPy എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ a-നെ ഒരു ടെൻസറാക്കി മാറ്റാൻ പറ്റും. എന്നിട്ട് ഞാൻ പ്രിന്റ് ടൈപ്പ് ഓഫ് എയും ടൈപ്പ് ഓഫ് a_pt പ്രിന്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കാണാം ടൈപ്പ് ഓഫ് a എന്ന് പറയുന്നത് ഇതാണ്, എന്താണ്, NumPy അറേയാണ്. പക്ഷേ ടൈപ്പ് ഓഫ് a_pt എന്താണ്, അതൊരു ടോർച്ച് ടെൻസറാണ്. pt പ്രിന്റ് ചെയ്തപ്പോൾ നമുക്കത് ഡാറ്റ ടൈപ്പ് ടോർച്ച് ടെൻസറാണ് എന്നുള്ളതും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഞാൻ പക്ഷെ ഇങ്ങനെ നമ്മൾ സത്യത്തിൽ ഇങ്ങനെ ടോർച്ചിൽ നിന്ന് അല്ലെങ്കിൽ NumPyയിൽ നിന്ന് ടോർച്ചിലേക്ക് മാറ്റുമ്പോഴത്തേക്കും സത്യത്തിൽ ഒരു കോപ്പിയിങ് അല്ല നടക്കുന്നത്, ഒരു ബ്രിഡ്ജിങ് ആണ് നടക്കുന്നത്. അതായത്
നമ്മൾ ഒരു നമ്പർ അറേ ഉണ്ടെങ്കിൽ ആ നമ്പർ അറേനെ എടുത്തിട്ട് നമ്മൾ ടോർച്ച് ടെൻസർ ആക്കി മാറ്റുമ്പോൾ ഒരു ബ്രിഡ്ജിങ് ആണ്, ഒരു കോപ്പിങ് അല്ല, മറിച്ച് ഒരു ബ്രിഡ്ജിങ് ആണ് അവിടെ നടക്കുന്നത്. ബ്രിഡ്ജിങ് ആണെന്ന് നടക്കുന്നതെന്ന് പറയാൻ കാരണം, നിങ്ങൾ ഈ സെല്ലൊന്ന് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ അടുത്ത സെല്ല് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ്, ഈ സെല്ല് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഞാൻ ചെയ്യുന്നത് np.add of a,1 out is equal to a എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ എ എന്ന് പറയുന്ന NP അറേ ഉണ്ടല്ലോ, ഇവിടെ നമ്മളുണ്ടാക്കി എ എന്ന് പറയുന്ന ഈ NP അറേ, അതിൻ്റെ കൂടെ ഞാൻ 1 ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എയിൽ തന്നെ സൂക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ NumPy അറേയുടെ കൂടെ 1 കൂട്ടുകയാണ് നമ്മൾ ചെയ്തത് അല്ലേ. NumPy അറേ നേരത്തെ എത്രയായിരുന്നു, ഇതായിരുന്നു, ഇതിൻ്റെ കൂടെ 1 കൂട്ടി, എല്ലാ എലമെൻസിൻ്റെ കൂടെ 1 കൂട്ടുകയാണ് ഞാൻ ചെയ്തത്. അപ്പം നമ്മൾ വിചാരിക്കും അത് നമ്മുടെ NumPy അറേനെ മാത്രമായിരിക്കും ബാധിച്ചിട്ടുണ്ടാകുന്നത്. പക്ഷെ അങ്ങനെ ചെയ്താൽ അത് നമ്മുടെ ടോർച്ചിനെയും ബാധിക്കും, നമ്മുടെ ടെൻസറിനെയും അത് ബാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ 1 കൂട്ടിയപ്പോൾ അത് NumPy അറേയുടെ അകത്ത് മാത്രമല്ല, നമ്മൾ a_pt പ്രിന്റ് ചെയ്ത്, അപ്പോൾ അതിൻ്റെ അകത്തെ എലമെൻസിൻ്റെ കൂടെ ആ 1 കൂടിയിട്ടുണ്ട്. അപ്പം നമ്മൾ NumPy ഒരു എലമെൻറ്റിന് അല്ലെങ്കിൽ ഒരു അറേനെ നമ്മൾ ടെൻസറിലേക്ക് മാറ്റുമ്പോൾ, പൈടോർച്ചിലെ ടെൻസറിലേക്ക് മാറ്റുമ്പോൾ സത്യത്തിൽ ഒരു ബ്രിഡ്ജിങ് ആണ് സംഭവിക്കുന്നത്. രണ്ടും പൈടോർച്ചിലെ ആ ടെൻസറും NumPy അറേയിലെ ആ ND അറേയും സൂക്ഷിക്കുന്ന ഒരേ ന്യൂമറിക്കൽ സ്പേസ് തന്നെയാണ്, അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ഒന്നായിരിക്കും. പക്ഷേ NumPy അറേയിൽ അത് NumPy അറേയായിട്ട്, NumPyയിൽ അത് NumPy അറേയായിട്ട് തന്നെ ഇരിക്കുന്നതെങ്കിൽ, നമ്മുടെ പൈടോർച്ചിൽ അതൊരു ടെൻസർ ആയിട്ടായിരിക്കും സൂക്ഷിക്കുക എന്നുള്ളത്. പക്ഷേ എൻ്റെ വാല്യൂ സൂക്ഷിക്കുന്ന ഒരേ സ്ഥലത്താണ്, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജിങ് മാത്രമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ NumPyയിൽ എന്ത് ഓപ്പറേഷൻ നടത്തിയാലും ആ ഓപ്പറേഷൻ്റെ റിസൾട്ട് എന്തിനേയും ബാധിക്കും, നമ്മുടെ ടോർച്ച് ടെൻസറിനെയും ബാധിക്കും. ഓക്കെ, അപ്പം അതാണ് നമുക്ക് എങ്ങനെ ഒരു എലമെൻറ്റിനെ അല്ലെങ്കിൽ ഒരു അറേനെ NumPy അറേനെ ടോർച്ച് ആക്കാം, എങ്ങനെ ടോർച്ച് ടെൻസറിന് NumPy അറേ എന്നാക്കാം എന്നൊക്കെയുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഞാൻ അടുത്ത ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സ്പീഡ് കമ്പാരിസൺ ആണ്. ഞാനിവിടെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ ഞാനൊരു കാര്യം, അടുത്ത സെല്ലിൽ ഞാൻ എഴുതിയിരിക്കുന്നില്ല, ആദ്യം ഒരു പെർസെൻറ്റേജ് ടൈം എന്നിട്ടിട്ടുണ്ട്. ഈ പെർസെൻറ്റേജ് ടൈം ഇട്ട് കഴിഞ്ഞുള്ള ഗുണം നിങ്ങളെ കൊണ്ട് കാണിച്ചാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ അത് കാണിക്കും. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പർട്ടിക്കുലർ സെല്ല് എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര സമയം എടുത്തു എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പെർഫോമൻസ് അഡ്വാൻറ്റേജ് ആണ് ഈ NumPyയും ടോർച്ചും ഒക്കെ തമ്മിലുള്ള, ടോർച്ച് ഉപയോഗിക്കുമ്പോൾ NumPyനെ വെച്ചുകൊണ്ട് എന്ത് പെർഫോമൻസ് അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനതോടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഈ സെല്ലൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഈ സെല്ല് എന്താ ചെയ്യുന്നത്, ഞാനൊരു ലൂപ്പ് റൺ ചെയ്യുകയാണ്. എത്ര പ്രാവശ്യം ലൂപ്പ് റൺ ചെയ്യും, 100 പ്രാവശ്യം ഐയുടെ വാല്യൂ 0 തൊട്ട് 99 ആകുന്നവരെ ഈ ലൂപ്പ് റൺ ചെയ്യും. എന്നിട്ട് എന്താ ഞാൻ ചെയ്യുന്നത്, ഒരു എ എന്നും പറഞ്ഞൊരു എന്ന് പറയുന്ന ഒരു പിന്നെ NumPy അറേ ഉണ്ടാക്കുന്നു, B എന്ന് പറയുന്ന NumPy അറേ ഉണ്ടാക്കുന്നു. എന്നിട്ട് C is equal to np.mat_mul of a, b, എയും ബി, നമുക്കൊരു mat of a, bക്ക് വേണം നമുക്ക് a+b എന്ന് എഴുതി നോക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, എ എന്ന് പറയുന്നൊരു NumPy അറേ ഉണ്ടാക്കുന്നു. അതിൽ 100 റോസും 100 കോളവുമുള്ള റാൻഡം നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന നമ്പർ അറേ ഉണ്ടാക്കുന്നു. അതിൻ്റെ അകത്തും 2D അറേയാണ്. അതിൻ്റെ അകത്ത് 100 റോസും 100 കോളംസും ഉള്ള ഒരു റാൻഡം നമ്പേഴ്സാണ് അതിൻ്റെ അകത്ത് ഉണ്ടാകുക. എന്നിട്ട് C is equal to a+b നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അത് നമുക്ക് റൺ ചെയ്തു. നമ്മൾ റൺ ചെയ്തപ്പോഴത്തേക്കും അപ്പോൾ ഇത് 100 പ്രാവശ്യം ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഓപ്പറേഷൻ. ഇങ്ങനെ 100 റോസ് 100 കോളംസും ഉള്ള 2 NumPy അറേകൾ ഉണ്ടാക്കിയിട്ട് അത് കൂട്ടുന്ന പരിപാടി 100 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഈ ലൂപ്പിലായതുകൊണ്ട് 100 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. അത് ചെയ്യാൻ നമ്മൾ എടുത്തത് 100 മില്ലി സെക്കൻഡാണ് നമ്മൾ NumPy ഉപയോഗിച്ച് ചെയ്യാനെടുത്തത്. ഇനി നമുക്ക് ഇതേ സാധനം നമുക്ക് ടോർച്ച് വെച്ച് ചെയ്ത് നോക്കാം. ടോർച്ച് വെച്ച് ചെയ്തപ്പോൾ അത് എത്ര നേരം എടുത്തെന്ന് നോക്കൂ. ടോർച്ച് വെച്ച് ചെയ്തപ്പോൾ, അതായത് PyTorch വെച്ച് ചെയ്തപ്പോൾ അത് എത്ര നേരം എടുത്തത്, 32 മില്ലി സെക്കൻഡാണ് എടുത്തത്. ഇത് 100 മില്ലി സെക്കൻഡ് എടുത്തപ്പോൾ, ഈ അഡീഷൻ ഇത് 100 മില്ലി സെക്കൻഡ് എടുത്തപ്പോൾ PyTorch വെച്ച് ചെയ്യാൻ അത് 32 മില്ലി സെക്കൻഡാണ് എടുത്തത്. ഇതാണ് ഈ വാൾ ടൈം എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നതാണ് ഇത് ഉപയോഗിച്ച CPU ടൈം. അത് 100 മില്ലി സെക്കൻഡ് 32 മില്ലി, അതായത് 3 ടൈംസ്, ഇവിടെ തന്നെ 3 ടൈംസ് ഫാസ്റ്ററാണ് NumPyയേക്കാൾ PyTorch എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇത് തന്നെ വേണമെങ്കിൽ ഒരു a into b എന്ന് എഴുതി നോക്കാം. ഇതൊക്കെ എലമെന്റ് വൈസ് പ്ലസും എലമെന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷനൊക്കെയാണ് ഇങ്ങനെ ചെയ്യുക. കാരണം എ എന്ന് പറയുന്നത് എന്താണ്, ഒരു മെട്രിക്സ് ആണ്, 100x100 മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്നത് 100x100 മെട്രിക്സ് ആണ്. a+b എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ a into b എന്ന് പറയുമ്പോൾ ഓരോ എലമെന്റ് തമ്മിൽ കൂട്ടുകയോ ഓരോ എലമെന്റുകൾ തമ്മിൽ ഗുണിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് എത്ര നേരം എടുത്തെന്ന് നോക്കാം. അതിനും ഏതാണ്ട് 100 മില്ലി സെക്കൻഡ് തന്നെയാണ് എടുക്കുന്നത്. a into bക്ക് അത് ഏതാണ്ട് പകുതി എടുത്തുള്ളൂ. ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഏതാണ്ട് പകുതിയാണ് എടുക്കുന്നത്.
അതായത് ഇപ്പോഴും 2 times ഫാസ്റ്ററാണ് നമ്മുടെ PyTorch വെച്ചുള്ള ഈ സാധനം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് എന്ത് പെർഫോമൻസ് കൂടുതലാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ എന്താ ചെയ്തത്, നേരത്തെ അതുപോലെ തന്നെ എയും ബിയും എടുക്കുന്നു, എന്നിട്ട് 100 പ്രാവശ്യം അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എത്ര സമയം അതിന് കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. 151 മില്ലി സെക്കൻഡാണ് അത് ഉപയോഗിച്ചത് NumPy. നമുക്കിവിടെ നോക്കാം. torch.matml ടോർച്ചിൻ്റെ അകത്ത് ഉള്ള ഫംഗ്ഷൻ. ഇത് കണ്ടോ, സിഗ്നിഫിക്കൻ്റ്ലി ഇത് ഫാസ്റ്റർ ആണെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 36 മില്ലി സെക്കൻഡാണ് ഇതെടുത്തത്. ഇത് 150 മില്ലി സെക്കൻഡ് എടുത്തപ്പോൾ ഇത് 36 മില്ലി സെക്കൻഡാണ് ആരെടുത്തത്, ടോർച്ച് എടുത്തത്. 5 times ഫാസ്റ്ററാണ്. അതായത് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻസ് വരുമ്പോഴത്തേക്കും PyTorch കുറെ കൂടി നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കുറച്ച് സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് കൂടുതൽ പാരലൈസ് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടേഷൻസ് ആണ് വരുന്നതെങ്കിൽ PyTorch കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളത് ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴെല്ലാം നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ CPU ഉപയോഗിച്ച് മാത്രമാണ് ഇത് റൺ ചെയ്യുന്നത്. ഇനി നമുക്ക് GPU ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറേ കൂടി നല്ല ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് വഴിയെ നോക്കാം. ഇനി അടുത്തത്, ഞാൻ ഇതിൻ്റെ നമ്പർ കൂട്ടി. അതായത് നമ്മുടെ നേരത്തെ 100 എലമെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ എന്ത് ചെയ്തു, അതൊരു 10,000 എലമെൻറ്റ്സ് ആക്കി കൂട്ടി, 100 ഇരട്ടിയാക്കി. എന്നിട്ട് നമുക്ക് ഇതേ ഓപ്പറേഷൻസ് ഒന്ന് നടത്തി നോക്കാം. കുറച്ച് സമയം എടുക്കുന്നുണ്ട്. 1 മിനിറ്റ് 38 സെക്കൻഡ് അത് ഉപയോഗിച്ചു. അതായത് നമ്മൾ നമ്മുടെ എയുടെയും ബിയുടെയും സൈസ് 10,000 × 10,000 ആക്കിയപ്പോൾ നമ്മൾ NumPy വെച്ച് ചെയ്യാൻ അത് 1 മിനിറ്റ് 38 സെക്കൻഡ് ഉപയോഗിച്ചു. നമുക്ക് അത് തന്നെ PyTorch ടെൻസർ വെച്ച് ചെയ്ത് നോക്കാം. നോക്കൂ, അത് ഏതാണ്ട് 22 സെക്കൻഡാണ് എടുത്തത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ PyTorch ഉപയോഗിക്കുമ്പോൾ NumPyനെ വെച്ച് നോക്കുമ്പോൾ ഒരു പെർഫോമൻസ് ഒരു വ്യത്യാസം നമുക്ക് പ്രകടമായി കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കുന്നത് GPU വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കുഡ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ NVIDIA എന്ന് പറയുന്ന ഗ്രാഫിക്സ് ചിപ്പ് സെറ്റിനുള്ള ഒരു സപ്പോർട്ട് പാക്കേജാണ് കുഡ. അപ്പോൾ കുഡ വെച്ചിട്ട് അല്ലെങ്കിൽ GPUവിൻ്റെ സപ്പോർട്ട് വെച്ച് നമുക്ക് ഈ കാൽക്കുലേഷൻസ് നടത്തിയാൽ എന്ത് പെർഫോമൻസ് വ്യത്യാസമാണ് ഇടാൻ പോകുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ആദ്യത്തെ ഒരു സാധനം പ്രിന്റ് ചെയ്ത് നോക്കുകയാണ്. torch.kuda.device count എന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും GPU അവൈലബിൾ ആണോ എന്ന് നോക്കാനുള്ള ഒരു കമാൻഡാണിത്. torch.kuda.device _count എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ എത്ര GPUs നമുക്ക് അവൈലബിൾ ആണ് എന്ന് കാണാൻ പറ്റും. ഇവിടെ കിട്ടിയിരിക്കുന്ന ഉത്തരം 0 എന്നാന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൽ GPUs ഒന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് GPUs ഉണ്ട്. അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗൂഗിൾ കൊളാബിൽ നമ്മുടെ നോട്ട്ബുക്കിൽ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നോട്ട്ബുക്ക് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എവിടെയാണ് എഡിറ്റിൽ നോട്ട്ബുക്ക് സെറ്റിംഗ്സ്. ഈ നോട്ട്ബുക്ക് സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഹാർഡ്വെയർ ആക്സലറേറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 സാധനങ്ങൾ കാണാം. നണ്ണുണ്ട്, GPU ഉണ്ട്, TPU ഉണ്ട്. ഇതിൽ GPU നമ്മൾ സെലക്ട് ചെയ്യാം. GPU സെലക്ട് ചെയ്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ എൻവിറോൺമെൻ്റ് ഒന്ന് രണ്ടാമത് റീകണക്റ്റ് ആവും. നമുക്ക് ഒരു GPU ഇപ്പോൾ നമുക്കൊരു GPU ഇവിടെ അവൈലബിൾ ആയി വന്നിട്ടുണ്ടാവും. കണ്ടോ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബ്രാക്കറ്റിൽ GPU എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ബ്രാക്കറ്റിൽ GPU എന്ന് വന്നേക്കണം കാണാം. അതായത് നമുക്കൊരു GPU അവൈലബിൾ ആണ് എന്നാണ്. ഇത് നമുക്ക് തൽക്കാലം ഇതെല്ലാം രണ്ടാമത് റൺ ചെയ്യേണ്ടി വരും. കാരണം എല്ലാം രണ്ടാമത് കണക്റ്റ് ആയി. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൊന്നും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഇമ്പോർട്ട് മാത്രം ഒന്ന് റൺ ചെയ്യണം. കാരണം നമ്മുടെ എൻവിറോൺമെൻറ്റ് തന്നെ രണ്ടാമത് കണക്റ്റായി. അതുകൊണ്ട് അതിൻ്റെ സമയം എടുക്കും. അത് രണ്ടാമത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങളൊന്നും രണ്ടാമത് ചെയ്യുന്നില്ല. ഞാൻ തൽക്കാലം നമ്മുടെ കൂടാതൊട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, വീണ്ടും ഇവിടെ വന്നിട്ട് ഞാൻ ഇത് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതാ നിങ്ങൾക്ക് കൗണ്ട് 0 മാറി 1 ആയി മാറിയിട്ടുണ്ട്. നമുക്ക് അവൈലബിൾ ആയുള്ള GPU ഡിവൈസുകളുടെ എണ്ണം 1 ആയി മാറി. അതിൻ്റെ അർത്ഥം നമുക്ക് GPU അവൈലബിൾ ആണ് എന്നുള്ളതാണ്. നമുക്ക് ഈ സെല്ലൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് torch.kuda.device. ആ ഡിവൈസ് ഏതാണ്, ആ ഡിവൈസിൻ്റെ പേരെന്താണെന്നൊക്കെയാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്.
ആ ഡിവൈസ് ഏതാണ്, ഡിവൈസിൻ്റെ ഒരു അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ട്, അത് നമ്മൾ അത്ര മൈൻഡ് ചെയ്യേണ്ട. പക്ഷേ ഡിവൈസിൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട്, ടെസ്ല. NVIDIAയുടെ ടെസ്ല എന്ന് പറയുന്ന 16 GB ഗ്രാഫിക്സ് കാർഡാണ് നമുക്ക് അവൈലബിൾ ആയി ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടേഷൻസ്, നമ്മൾ ഇത്ര നേരം ചെയ്ത കമ്പ്യൂട്ടേഷൻസ് ഒക്കെ അത് ടോർച്ചിലാണെങ്കിലും ശരി NumPyയിലാണെങ്കിലും ശരി നമ്മളെ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ ചെയ്ത് CPU-ലാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് PyTorch ഉപയോഗിച്ച് ചെയ്യുന്ന കമ്പ്യൂട്ടേഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ GPU-ൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ GPU സെറ്റിങ്സിൽ എടുത്തിട്ടുണ്ട്, ആ GPU-ൽ ഈ കമ്പ്യൂട്ടേഷൻസ് ചെയ്ത് നോക്കാനാണ് പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഏത് ഡിവൈസിലാണോ ഈ കമ്പ്യൂട്ടേഷൻസ് ചെയ്ത് നോക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഡിവൈസിനെ ഒരു വേരിയബിളിലേക്ക് എടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. കുഡ 0 = torch.device of kuda :0. :0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈസ് ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡിവൈസ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ആ ഡിവൈസ് കിട്ടും. ഒന്നിലധികം ഡിവൈസുകൾ ഉണ്ടായിരുന്നു, ഡിവൈസ് ഓഫ് 0, ഡിവൈസ് ഓഫ് 1 എന്നൊക്കെ പറഞ്ഞ് കിട്ടിയേനെ. അപ്പോൾ അതുകൊണ്ട് ആ എത്രാമത്തെ ഡിവൈസ് ആണ്, അപ്പോൾ 0th ഡിവൈസ് ആണെന്നാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ കുഡ 0 = torch.device of കുഡ :0 എന്ന് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ആകെ അവൈലബിൾ ആയിട്ട് ഒരു GPU-നെ കുഡ 0 എന്ന് പറഞ്ഞാൽ വേരിയബിളിൽ കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ടെൻസർ ഉണ്ടാക്കിയാലും ആ ടെൻസർ എല്ലാം നമ്മളിനി ഉണ്ടാക്കുന്നത് ഈ GPU-വിൻ്റെ അകത്താണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ torch.ones of 3,2 കൊടുത്തപ്പോഴത്തേക്കും 3 റോസും 2 കോളവുമുള്ള ഒരു 1 ഫില്ല് ചെയ്ത ഒരു ടെൻസറാണ് നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ ഒരു പാരാമീറ്റർ കൂടി കൊടുക്കും, device = kuda എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മുടെ ഡിവൈസിൻ്റെ അകത്ത്, അതായത് നമ്മുടെ കുഡ ഡിവൈസിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ GPU-ൻ്റെ അകത്താണ് എയും ബിയും ഒക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ വീണ്ടും ഇതുപോലെ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ എയും ബിയും ഈ കുഡ ഡിവൈസിൻ്റെ അകത്തായതുകൊണ്ട് A+C = A+B ചെയ്ത് കഴിഞ്ഞാൽ സിയും ഓട്ടോമാറ്റിക്കലി എവിടെ തന്നെ ഉണ്ടാവും, കുഡ ഡിവൈസിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് നിങ്ങൾ C പ്രിന്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം കാണിക്കും device = kuda 0 എന്ന് വെച്ചാൽ ഇത് എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളതെന്ന് അവിടെ കാണിക്കും. ഓക്കെ, നമ്മൾ A പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ കാണിക്കും, അത് കുഡ ഡിവൈസിൻ്റെ അകത്താണ് എന്നുള്ളത് കാണിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഡിവൈസ് നമ്മൾ കുഡ ആക്കിയത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത്, ഞാൻ ഒരു A, B എന്ന് പറയുന്ന 2 വേരിയബിൾസിൻ്റെ അകത്തൊരു 10,000 ലെങ്ത് ഉള്ള 10,000 എലമെൻറ്റ്സ് ഉള്ള 2 NP അറേ ഡിഫൈൻ ചെയ്തിട്ട് അത് തമ്മിൽ 10 പ്രാവശ്യം കൂട്ടി നോക്കുകയാണ്. നമ്മുടെ ടൈം ഇമ്പ്രൂവ്മെൻറ്റ് എന്തുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്ന NumPy അറേയാണ്. NumPy അറേ വെച്ചിട്ടും ടോർച്ച് വെച്ചിട്ടും അതുപോലെ ടോർച്ച് കുഡയിൽ അല്ലെങ്കിൽ GPU-ൽ ഉപയോഗിക്കുമ്പോൾ എന്ത് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് കിട്ടുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത്, ഒരു 10,000 റോസും 10,000 കോളംസും ഉള്ള എയും ബി എന്ന് പറഞ്ഞ 2 റാൻഡം വാല്യൂസ് ഉള്ള 2 NP അറേ ഉണ്ടാക്കുന്നു. എന്നിട്ട് അതൊന്ന് 10 പ്രാവശ്യം കൂട്ടി നോക്കുന്നു. ഈ ലൂപ്പ് 10 പ്രാവശ്യം റൺ ചെയ്യുന്നുണ്ട്, 10 പ്രാവശ്യം കൂട്ടി നോക്കുന്നു. ഇത്ര സമയം എടുക്കുന്നു നോക്കാം. അത് ഏതാണ്ട് 1 മിനിറ്റ് 22 സെക്കൻഡ് എടുത്തു. എന്തിനാ, നമുക്ക് 10,000 എലമെൻറ്റ്സ് റോസ് ആൻഡ് കോളംസ് ഉള്ള 2 അറേകൾ 10 പ്രാവശ്യം കൂട്ടുന്നതിന് നമ്മൾ 1 മിനിറ്റ് 22 സെക്കൻഡാണ് എടുത്തത്. ഇനി ഇത് നമ്മൾ NumPy വെച്ച് ചെയ്തപ്പോഴാണ്. ഇനി ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇതിൽ ചെയ്ത് നോക്കാം. നമ്മൾ ടോർച്ചിൽ, അതായത് നമ്മുടെ ഒരു ടെൻസർ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ചെയ്ത് നോക്കണം. ടെൻസർ CPU-ലാണ് ചെയ്യുന്നത്, GPU-ലല്ല. GPU-ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ device = kuda 0 എന്ന് കൊടുക്കണം. പക്ഷേ നമ്മൾ CPU-ൽ, നമ്മുടെ സാധാരണ സിസ്റ്റത്തിലുള്ള CPU-ൽ നമുക്ക് ഇതേ ഓപ്പറേഷൻ ചെയ്ത് നോക്കാം. പക്ഷേ നമ്മൾ എന്ത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, ടെൻസർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതേ ഓപ്പറേഷൻ ചെയ്ത് നോക്കാം. അത് ഏതാണ്ട് 23.5 സെക്കൻഡാണ് എടുത്തത്. നോക്കൂ, 1 മിനിറ്റ് 22 സെക്കൻഡ്. ഇത് 23.5 സെക്കൻഡ്. അതാണ്ട് 5-1 സമയമാണ് CPU-ൽ തന്നെ. രണ്ടും NumPyയും ചെയ്യുന്ന CPU-ലാണ്, ടോർച്ചും ചെയ്യുന്നത് PyTorch ചെയ്യുന്ന CPU-ലാണ്. പക്ഷേ PyTorch ഉപയോഗിച്ച് ചെയ്തപ്പോൾ 5 മടങ്ങ് ഇരട്ടി സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് കാണാം. ഇനി ഇതേ സാധനം തന്നെ നമുക്ക് GPU-ൽ ചെയ്ത് നോക്കാം. GPU ഉപയോഗിച്ച് നമുക്ക് ഇതേ സാധനം ചെയ്ത് നോക്കാം. അതായത് നമ്മളുടെ ഇപ്പോൾ നമുക്കൊരു GPU അവൈലബിൾ ആണല്ലോ, ഒരു ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് അവൈലബിൾ ആണ്. ആ GPU-ൽ നമുക്ക് ഉപയോഗിക്കാം. GPU-ൽ നമുക്ക് NumPy വെച്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തോ ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് PyTorch വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. PyTorch വെച്ച് GPU-ൽ നമുക്ക് ഇതേ സാധനം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ A = എന്ന് പറഞ്ഞ ഒരു 10,000 റോസ് ആൻഡ് കോളംസ് ഉള്ള ഒരു ടെൻസർ ഉണ്ടാക്കുന്നു. പക്ഷെ നമ്മൾ പറയുന്നുണ്ട് device = kuda 0 എന്ന് പറഞ്ഞാൽ GPU-ൽ വേണം അത് ഉണ്ടാക്കാൻ. ബിയും നമ്മൾ അതുപോലെ തന്നെ ഉണ്ടാക്കുന്നു. പക്ഷേ device = kuda 0 എന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം B.add എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിയും എയും കൂടി ആഡ് ചെയ്യുന്നു. എത്ര പ്രാവശ്യം, 10 പ്രാവശ്യം ആഡ് ചെയ്യുന്നു. ഈ 10,000 എലമെൻറ്റ്സ് ഉള്ള 10,000 റോസ് ആൻഡ് കോളംസ് ഉള്ള ഈ 2 ടെൻസറുകൾ 10 പ്രാവശ്യം ആഡ് ചെയ്യുന്നു. പക്ഷെ നമ്മളിത് ചെയ്യുന്നത് GPU-ലാണ്. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതുകൊണ്ടോ
എക്സ്ട്രീംലി ഫാസ്റ്റാണ്. 9 മില്ലി സെക്കൻഡ് കൊണ്ട് അത് ചെയ്തു. 23.5 സെക്കൻഡ് കൊണ്ട് CPU-ൽ ടോർച്ച് ചെയ്തത് അല്ലെങ്കിൽ പൈടോർച്ച് ചെയ്തത് അല്ലെങ്കിൽ 1.5 മിനിറ്റ് കൊണ്ട് നമ്മുടെ NumPy ചെയ്ത കാര്യം ഈ GPU ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 1 സെക്കൻഡ് പോലും വേണ്ടി വരുന്നില്ല, 1 സെക്കൻഡിൻ്റെ പകുതി പോലും വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. 23.5 മില്ലി സെക്കൻഡിൽ 9 മില്ലി സെക്കൻഡിൽ അത് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആർക്ക്? പൈടോർച്ചിന് അത് GPU ഉപയോഗിക്കും. ഇതാണ് അതിൻ്റെ ഒരു സ്പീഡിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും ഒക്കെ ഇതേ എഫക്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ അടിയിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്യുന്ന കോഡൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ തൽക്കാലം റൺ ചെയ്യുന്നില്ല. ഞാൻ ഈ കോഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അതുപോലത്തെ കോംപ്ലക്സ് കാൽക്കുലേഷനൊക്കെ ചെയ്ത് നോക്കിയാൽ ഇതിലും സ്പീഡിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇതേപോലെ തന്നെ 10,000 എലമെൻറ്റ്സ് വെച്ച് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ്. അപ്പോൾ കാര്യമായ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമുക്ക് NumPy വെച്ച് നോക്കുമ്പോൾ പൈടോർച്ച് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒന്ന്. പൈടോർച്ചിൽ GPU തന്നെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഭയങ്കരമായ വ്യത്യാസമാണ് നമ്മുടെ പെർഫോമൻസിൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ GPU ഉപയോഗിക്കുന്നത്. ഭാഗ്യവശാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഈ GPU, ഈ NVIDIA-യുടെ GPU-നൊക്കെ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ളതാണ്. പക്ഷേ നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ നമുക്കൊരു പരീക്ഷണങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ കൊളാബിലെ ഈ GPU ഫ്രീ ആയിട്ട് ഉപയോഗിക്കേണ്ട അവസരമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത്, നമ്മൾ പറഞ്ഞു പൈടോർച്ചിന് 2 പ്രധാനപ്പെട്ട പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, നമുക്ക് GPU ഉപയോഗിക്കാം വളരെ എഫിഷ്യൻ്റ്ലി എന്നുള്ളതാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. അടുത്ത് നമ്മൾ ഓട്ടോ ഡിഫറൻഷിയേഷൻ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓട്ടോ ഡിഫറൻഷിയേഷൻ അല്ലെങ്കിൽ ഓട്ടോഗ്രാഡ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകതയാണ് എന്ന്. അതെങ്ങനെ ചെയ്യും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ x torch dot ones of 3,2 എന്ന് പറഞ്ഞൊരു സാധനം എടുക്കുക. എന്ന് വെച്ചാൽ 3 റോസും 2 കോളവുമുള്ള ഒന്ന് വെച്ച് ഫില്ല് ചെയ്തൊരു ടെൻസറാണ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ ചെറിയ കാര്യം കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ recurse_grad true എന്ന് കൊടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓട്ടോ ഗ്രേഡിയൻറ്റ് വേണം. അതായത് ഞാൻ x എന്ന് പറഞ്ഞ ടെൻസർ ഉണ്ടാക്കുന്നു. x എന്ന് പറഞ്ഞ ടെൻസർ ഉണ്ടാക്കിയിട്ട് ആ ടെൻസറിന് ഓട്ടോ ഗ്രേഡിയൻറ്റ് ഫെസിലിറ്റി വേണം എന്നുള്ളത് നമ്മളവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ x പ്രിൻറ്റ് ചെയ്ത് നോക്കുന്നു. കണ്ടോ? അപ്പോൾ നമുക്ക് പ്രിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനത്ത് എഴുതി കാണിക്കും recurse_grad true. ഓക്കെ, അതിനുശേഷം ഞാൻ y x+5 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഓരോ എലമെൻസിൻ്റെയും കൂടെ 5 കൂട്ടുന്നതാണ് y എന്ന് പറയുന്ന ഒരു സാധനം എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ടെൻസറും ഒരു സാധാരണ മെട്രിക്സ് തമ്മിലുള്ള വ്യത്യാസം. ടെൻസർ എന്ന് പറയുമ്പോൾ, മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഓരോ മെട്രിക്സ് ഇൻഡിപെൻഡൻറ്റ് മെട്രിക്സുകളാണ്. പക്ഷേ ടെൻസർ എന്ന് പറഞ്ഞാൽ ടെൻസറിൻ്റെ അകത്ത് എലമെൻസും തമ്മിലൊരു റിലേഷൻ നമുക്ക് ബിൽഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ടെൻസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ y x+5 എന്ന് പറയുമ്പോൾ എക്സും വൈയും തമ്മിൽ റിലേറ്റഡ് ആണ്. y എന്ന് പറയുന്നത് എക്സിൻ്റെ കൂടെ 5 കൂട്ടുന്നതെന്നുള്ള റിലേഷൻ എക്സും വൈയും തമ്മിലുള്ള ടെൻസറുകൾ തമ്മിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ റിക്കേഴ്സ് ഓട്ടോഗ്രാഡ് ട്രൂ കൊടുത്തേക്കണമുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ y പ്രിൻറ്റ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഒരു ബുക്ക് കീപ്പിംഗ് അത് ചെയ്യും. അത് മനസ്സിലാക്കി വെക്കും. y എന്ന് പറയുന്നത് എക്സിൻ്റെ കൂടെ 5 കൂട്ടിയെടുക്കുന്നതാണ്. എക്സും ഒരു 5ഉം തമ്മിലുള്ള ലീനിയർ കോമ്പിനേഷനിൽ കിട്ടുന്ന ഒരു വാല്യൂ ആണ് y എന്നുള്ളത്. അതവിടെ മനസ്സിലാക്കി വെക്കും. നമുക്ക് y എന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇടയ്ക്ക് ഇൻ്റർനെറ്റ് ഒന്ന് പോയിരുന്നു, അത് കാരണം ഇതൊന്ന് റീകണക്റ്റായി. അല്ല, റീകണക്ട് ചെയ്യേണ്ടി വന്നു. ഞാൻ റീകണക്ട് ചെയ്യാണ്. നിങ്ങൾ ഈ ഗൂഗിൾ കൊളാബ് വെച്ച് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, നിങ്ങളിത് റിമോട്ടായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇൻ്റർനെറ്റ് പോയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്തൊക്കെ പോകും. നമ്മൾ രണ്ടാമത് റീകണക്ട് ചെയ്ത് രണ്ടാമത് ചെയ്യേണ്ടി വരും. അപ്പോൾ തൽക്കാലം ഞാൻ റീകണക്ട് ചെയ്യാണ്. ഓക്കെ, ഞാൻ തൽക്കാലം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് മാത്രം നമുക്ക് റൺ ചെയ്യാം. ബാക്കിയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഓട്ടോഗ്രാഡ് ഓണാക്കി വെച്ചുകൊണ്ടാണ് എക്സ് ക്രിയേറ്റ് ചെയ്തത്. ഇനി y x+5 എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തു. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനാണ്. പക്ഷെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ആഡ് ബാക്ക്വേർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് പ്രിൻറ്റ് ചെയ്ത് നോക്കി എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊരു ബുക്ക് കീപ്പിംഗ്. നമ്മൾ പുറകിൽ നിന്ന് എന്തോ കൂട്ടിയെടുത്താണ്, ലീനിയർ ഫംഗ്ഷൻ കൂട്ടിയെടുത്തതാണ് y കിട്ടിയിരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഇസഡിനെ ഉണ്ടാക്കുകയാണ്. ഇസഡ് എന്ന് പറയുന്നത് y²+1 ആണ്. y × y+1 എന്ന് പറഞ്ഞാണ് ഞാൻ ഇസഡിനെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇസഡിനെ പ്രിൻറ്റ് ചെയ്ത് നോക്കുന്നു. സോ എഗെയിൻ അതൊരു ബുക്ക് കീപ്പിംഗ് നടത്തും. നമുക്ക് പ്രിൻറ്റ് കിട്ടും. 66, 36, 1, 37 ആണ് ഓരോ എലമെൻറ്റും വരുന്നത്. എന്നിട്ട് ഞാൻ ഒരു സാധനം കൂടി ചെയ്യുകയാണ്.
ടി എന്ന് പറഞ്ഞ ഒരു എലമെന്റ് കൂടി ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം എന്തുണ്ടാക്കി, എക്സ് ഉണ്ടാക്കി. എക്സിൽ എക്സിൻ്റെ എല്ലാ എലമെന്റ്സും 1 ആണ്. 3x2 ടെൻസറാണ് അത്. അതിൻ്റെ എല്ലാ എലമെന്റ്സും 1 ആണ്. പിന്നെ x+5 ചെയ്തു y എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എല്ലാ എലമെന്റ്സും 6 ആയി മാറി. അതിൻ്റെ y+1 കിട്ടി. അപ്പോൾ 6 ആയി കിട്ടി ഇസഡിൻ്റെ എല്ലാ എലമെന്റ്സും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ടി ഈസ് ഈക്വൽ ടു ടോർച്ച് ഡോട്ട് സം ഓഫ് ഇസഡ് കൊടുത്തു. അപ്പോൾ ഇസഡിലെ എല്ലാ എലമെന്റ്സും ഈ 37+37+37+37+37 6 × 37 എന്നുള്ള ഉത്തരമാണ് ടിയിൽ കിട്ടുക. എന്നിട്ട് ടി ഞാനൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ടി ഒരു ടെൻസർ തന്നെ ആയിരിക്കും. അപ്പോൾ 222 എന്ന് കിട്ടി. പക്ഷേ അത് മൊത്തം എല്ലാം കൂടി സം ചെയ്തെടുത്തതാണ്. സം ബാക്ക്വേർഡ് എന്ന് എഴുതി കാണിച്ചിരുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ടി ഡോട്ട് ബാക്ക്വേർഡ്. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താ, സത്യത്തിൽ ഒരു ഫോർവേഡ് പാസ്സാണ് നമ്മൾ ചെയ്തത് അല്ലേ. ഒരു ലീനിയർ ഫോർവേഡ് പാസ്. ഇതിനൊരു ഡീപ്പ് ലേണിംഗ് നെറ്റ്വർക്കായിട്ട്, ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്കായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതായത് എക്സ് എന്നാണ് ഇൻപുട്ട് കൊടുത്തു. എന്നിട്ട് അതിനൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തി x+5. വീണ്ടും അടുത്ത ട്രാൻസ്ഫോർമേഷൻ വൈക്ക്, എന്നിട്ട് വൈനെ നമ്മൾ വീണ്ടും ട്രാൻസ്ഫോം ചെയ്തു. അതായത് എക്സിനെ തന്നെ ട്രാൻസ്ഫോം ചെയ്തു, y × y+1. എന്നിട്ട് വീണ്ടും അതിനെ ടിയിലേക്ക് വീണ്ടും ട്രാൻസ്ഫോം ചെയ്തു. അപ്പോൾ 4 ലെയറുള്ള സത്യത്തിൽ നെറ്റ്വർക്ക് ഞാൻ ബിൽഡ് ചെയ്യാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ടി ഡോട്ട് ബാക്ക്വേർഡ് എന്ന് കൊടുക്കും. ടി ഡോട്ട് ബാക്ക്വേർഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാക്ക്വേർഡ് പാസ്സാണ് നടത്തുന്നത്. ആദ്യം ഫോർവേഡ് പാസ് നടത്തി ടി ഡോട്ട് ബാക്ക്വേർഡ് കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ ഗ്രേഡിയൻസ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽസിനെ ഓട്ടോമാറ്റിക്കലി പുറകോട്ടത് കണ്ടുപിടിക്കും. എന്നിട്ട് ഞാൻ എക്സ് ഡോട്ട് ഗ്രാഡ് കൊടുക്കുകയാണ്. എക്സ് ഡോട്ട് ഗ്രാഡ് കൊടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ∂L/∂x ആണ് കിട്ടുക. അല്ലെങ്കിൽ ∂L അല്ല, .T/∂x അല്ല, dt/dx ആണ് കിട്ടുക. എന്ന് വെച്ചാൽ ടീനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തതാണ് നമുക്ക് ഇവിടെ കിട്ടുക. ഈ ടി ഡോട്ട് ബാക്ക്വേർഡ് കൊടുത്തു കഴിഞ്ഞ് ടി ഡോട്ട് ബാക്ക്വേർഡ് കൊടുക്കുമ്പോഴാണ് പുറകോട്ട് ഡിഫറൻഷ്യൽസ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടി ഡോട്ട് ബാക്ക്വേർഡ് കൊടുത്തതിന് ശേഷം പ്രിന്റ് ഓഫ് എക്സ് ഡോട്ട് ഗ്രാഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക dt/dx ആണ്. അതായത് ഈ എക്സിനെ വെച്ചുകൊണ്ട് ഈ ടീനെ ഡിഫറൻഷിയേറ്റ് ചെയ്തതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, dt/dx. അപ്പോൾ dt/dx എന്ന് പറഞ്ഞാൽ dx1 dx2 അങ്ങനെ എത്രയോ എക്സുകളുണ്ട്, 6 എക്സുകളുണ്ട്. 6 എക്സിനും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് 12 കിട്ടി. ഇത് എങ്ങനെ കിട്ടിയെന്ന് നിങ്ങളൊന്ന് പോസ് ചെയ്തൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടെ അടിയിൽ അതിൻ്റെ കാൽക്കുലേഷൻ എഴുതിയിട്ടുണ്ട്. എന്താണ് നമ്മുടെ കാൽക്കുലേഷൻ? ടി എന്ന് പറഞ്ഞാൽ എന്താ? ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dt/dx ആണ്. നമുക്ക് ടി എന്താണെന്ന് ആദ്യം ഡിഫൈൻ ചെയ്യാം. ടി എന്ന് പറഞ്ഞാൽ സിഗ്മ ഇസഡ് ഐ ആണല്ലോ. ഇസഡ് ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഇസഡ് ഐ എന്ന് പറഞ്ഞാൽ y² + 1 ആണ്. y എന്താ? y എന്ന് പറഞ്ഞാൽ x+5 ആണ് അല്ലേ. എന്താ എക്സ് ഉണ്ട്, x+5 ആണ് y. ഇസഡ് എന്ന് പറഞ്ഞാൽ y² + 1 ആണ്. ടി എന്ന് പറയുന്നത് സിഗ്മ ഇസഡ് ആണ്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ? dt/dxi ആണ്. കാരണം എക്സിൽ ധാരാളം വാല്യൂസ് ഉണ്ട്. എത്ര വാല്യൂസ് ഉണ്ട്? 6 വാല്യൂസ് ഉണ്ട്. എക്സ് എന്ന് പറയുന്നത് 6 വാല്യൂസ് ഉണ്ട്. 6 ഒന്നുകളാണുള്ളത്. അപ്പോൾ dt/dxi ആണ്. ഓരോ എക്സൈയും വെച്ചിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. dt/dxi ഇമ്മീഡിയറ്റ്ലി നമുക്ക് dz/dxi എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇസഡ് വാല്യൂസ്, ടി എന്ന് പറഞ്ഞാൽ സിഗ്മ ഇസഡ് ആണല്ലോ. ഇസഡ് വാല്യൂസിലെ എല്ലാ ഇസഡ് വാല്യൂസിനെ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പർട്ടിക്കുലർ ഇപ്പോൾ ഏത് ഇസഡ് വാല്യൂ ആണ് ഡയറക്ട്ലി എക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ പർട്ടിക്കുലർ ലീനിയർ കോമ്പിനേഷൻ ആയതുകൊണ്ട് അവിടുത്തെ ഏത് കറസ്പോണ്ടിങ് ഐസ് അല്ലെങ്കിൽ എക്സ് ജെ എന്നും ഇസഡ് ഐ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഐ = ജെ എന്ന് പറയുന്ന ഈക്വൽ ആകുന്ന വാല്യൂ മാത്രമാണ് ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ വാല്യൂസും 0 ആയി പോകുന്നുണ്ട്. നമുക്കിതിന് ഇമ്മീഡിയറ്റ്ലി ∂z/∂xi എന്ന് നമുക്ക് എഴുതാം. ∂z/∂xi നമുക്ക് ∂z/∂yi × ∂yi × നമുക്ക് എഴുതാമല്ലോ. കാരണം നമുക്കറിയാം xi ഡയറക്ട്ലി ബാധിക്കുന്ന y-നെയാണ്. y ആണ് ഫർദർ ഇസഡിനെ ബാധിക്കുന്നത് അല്ലേ. എക്സ് ഡയറക്ട്ലി ബാധിക്കുന്ന y-നെയാണ്, y ആണ് ഫർദർ ഇസഡിനെ ബാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ∂z/∂yi × ∂yi/xi എന്ന് എഴുതാമല്ലോ. അതെന്ന് പറഞ്ഞാൽ എന്താ? ∂z/∂yi എന്താ? Zi എന്ന് പറയുന്നത് എന്താണ്? y² + 1 ആണ്. അപ്പോൾ Zi/y അപ്പോൾ ഈ ഇസഡിനെ dz/y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 2y കിട്ടും. 2y ഇത് y² + 1 ആണ്. അപ്പോൾ 2y ഈ 1ന്റെ ഡിഫറൻഷ്യൽ 0 ആയി പോകും. സോ 2y എന്ന് കിട്ടും. ഇനി ∂y/∂xi എന്താ? y എന്ന് പറഞ്ഞാൽ xi + 5 ആണ് അല്ലേ. അപ്പോൾ ഇതിനെ dy/dx എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. സോ 2y × 1 എന്നാണ് കിട്ടുക. അഗൈൻ y എന്ന് പറഞ്ഞാൽ എന്താണ്? x+1 ആണ്. x എന്ന് പറയുന്നത് എന്താണ്? അല്ല, x+5 ആണ് y. x എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ y 6 കിട്ടും. 2y + 1 2y എന്ന് പറഞ്ഞാൽ 2 × 6 = 12 എന്ന് കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഈ ഗ്രേഡിയൻ്റ് ഇവിടെ കിട്ടിയത്. കണ്ടോ? അപ്പോൾ നമുക്ക് നമ്മൾ ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാണ്ട് തന്നെ ഇത് നമ്മൾ മാനുവൽ എഴുതേണ്ടിയിരുന്ന ഒരു കാൽക്കുലേഷനാണ്. പക്ഷേ നമ്മുടെ പൈടോർച്ചിൽ ഓട്ടോമാറ്റിക്കലി ഈ ഗ്രേഡിയൻസ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽസ് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. നമുക്ക് ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. ഇത് വേറൊരു എക്സാമ്പിളാണ്. ഈ എക്സാമ്പിൾ വളരെ സിമ്പിളാണ്. വേറെ ഒന്നും അല്ല. ഇവിടെ നമ്മൾ ആദ്യം x = torch.ones of 3,2 എന്ന് കൊടുത്തു.
അതിൻ്റെ അകത്ത് റിക്കേഴ്സ് ഗ്രാഡ്. അപ്പോൾ നമ്മൾ ത്രീ കോളംസും 2 റോസ് അല്ല 3 റോസും 2 കോളംസും ഉള്ള ഒരു ടെൻസർ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് വൺസ് നിറച്ചു. എന്നിട്ട് y = x+5, അതിൽ വ്യത്യാസമൊന്നുമില്ല, അങ്ങനെ തന്നെ. പക്ഷേ r എന്ന് പറഞ്ഞാൽ പുതിയ സാധനം അടുത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. r എന്ന് പറഞ്ഞാൽ എന്താണ്? 1/1 + e⁻⁻y ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിഗ്മോയിഡ് ഫംഗ്ഷൻ ആണ്. r എന്ന് പറഞ്ഞാൽ സിഗ്മോയിഡ് ഫംഗ്ഷൻ ഓഫ് y ആണ്. സിഗ്മോയിഡ് ഓഫ് y ആണ് r. ഓക്കെ, ടോർച്ചിലകത്ത് സിഗ്മോയിഡ് എഴുതാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ r പ്രിന്റ് ചെയ്യുന്നു. എന്നിട്ട് എസ് എന്ന് പറയുന്ന ടോർച്ച് ഡോട്ട് സം ഓഫ് r ആണ്. എന്നിട്ട് എസ് ഡോട്ട് ബാക്ക്വേർഡ് ഞാൻ എടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ 3 ട്രാൻസ്ഫോർമേഷൻ ആണ് ചെയ്തത്. എക്സ് എടുത്തു ഇൻപുട്ട്, എക്സിനെ വൈയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു, എക്സിനെ വൈയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന y = x+5 എന്നാണ്. എന്നിട്ട് വൈനെ ആറിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു. r എന്ന് പറഞ്ഞാൽ എന്താണ്? 1/1 + e⁻⁻y ആണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ആറിനെ പ്രിന്റ് ചെയ്തു. ഇനി ആറിനെ ഞാൻ എസ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു. എസ് എന്താ? സം ഓഫ് r ആണ്. ആറിലെ 6 എലമെന്റ്സും കൂടി, 6 എലമെന്റ്സ് ആണല്ലോ, 6 എലമെന്റ്സും കൂടി നമ്മൾ എസ്സിലേക്ക് കൂട്ടിയെടുത്തിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? എസ് ഡോട്ട് ബാക്ക്വേർഡ് കൊടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഗ്രേഡിയൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ എക്സിന്റെ ഗ്രേഡിയന്റ് പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കേട്ടോ, നമുക്ക് എക്സിന്റെ ഗ്രേഡിയൻസ് 0.25 എന്ന് കിട്ടും. നിങ്ങളൊന്ന് സം ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഇത് 0.25 ആണെന്ന് തന്നെ മനസ്സിലാവും. ഓക്കെ, നിങ്ങളിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ 0.25 തന്നെയാണ് എക്സ് ഡോട്ട് ഗ്രാഡ് കിട്ടുന്നതെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഈ കോഡ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. നിങ്ങളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 0.25 തന്നെ കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് ഈ ഓട്ടോ ഡിഫറൻഷിയേഷൻ ശരിക്കും നമ്മൾ ഒരു എന്തിനാണ് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ ഡിഫറൻഷിയേഷൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഗ്രേഡിയൻ്റ് ഉപയോഗിക്കുന്നത് നമുക്ക് ലേണിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഈ സാധനം ഉപയോഗിക്കാം എന്നുള്ളൊരു ഒരു ഭാഗം കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് XY വാല്യൂസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ x = torch dot random of 20,1 എന്ന് കൊടുത്തു. അപ്പോൾ റിക്കേഴ്സ് ഗ്രേഡിയൻസ് 2 കൊടുത്തു. അപ്പോൾ എനിക്ക് എന്താണ്? 20 റാൻഡം വാല്യൂസ് എക്സിൽ കിട്ടും അല്ലേ. എന്നിട്ട് y എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ചു. y = 3x - 2. അതാണ് ശരിക്കും y കിട്ടേണ്ടത്. ഒരു ഗ്രൗണ്ട് ട്രൂത്ത് ആണ് അല്ലേ. ഞാൻ x ഇതാണെന്നും y എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ലേൺ ചെയ്യേണ്ട റിലേഷൻ ആണ്. അത് നമ്മൾ 3x - 2 എന്നാണെന്ന് എടുത്തും വെച്ചു. അപ്പോൾ നമുക്ക് XY വാല്യൂസ് കിട്ടി. ഈ വാല്യൂസ് ആണ് നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഈ റിലേഷൻ നമുക്ക് ലേൺ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാനിവിടെ w = 2 WB വാല്യൂസ് ഇവിടെ നമുക്കറിയാം. ഇതിൻ്റെ അത് w എന്ന് പറയുന്നത് 3ഉം b എന്ന് പറയുന്നത് 2 ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം ഞാൻ പക്ഷേ തൽക്കാലം ഞാൻ w 1 എന്നും bയും 1 എന്ന് എടുത്തു അല്ലേ. w = torch dot tensor of 1. അപ്പോൾ w വാല്യൂ 1 എന്ന് എടുത്തു, bൻ്റെ വാല്യൂ 1 എന്ന് എടുത്തു. പക്ഷെ നമുക്ക് 3ഉം 2 എന്നുമാണ് കിട്ടേണ്ടത്. നമുക്ക് എന്നിട്ട് അത് ലേൺ ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഞാൻ y hat ഡിഫൈൻ ചെയ്തു, മറ്റേ പ്രെഡിക്റ്റഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ദാറ്റ് ഈസ് wx + b എന്ന് വെച്ച് കഴിഞ്ഞാൽ w ഇവിടെ 1 ആയതുകൊണ്ട് x + bയും 1 ആയത് എൻ്റെ x + 1 എന്നാണ് നമ്മളിവിടെ ഇപ്പോൾ y hat ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും നമുക്ക് 3x - 2 എന്നാണ് കിട്ടേണ്ടത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ലോസ് = torch dot sum of y hat - y the whole square എന്ന് വെച്ചാൽ സ്ക്വയർഡ് സം എടുത്തു. ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്വയർഡ് ലോസ് നമ്മൾ ഡിഫൈൻ ചെയ്തു. സ്ക്വയർഡ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? y hat - y the whole square ആണ് നമ്മുടെ സ്ക്വയർഡ് ലോസ്. അങ്ങനെ ലോസും ഡിഫൈൻ ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു? എക്സ് കുറച്ച് 20 റാൻഡം വാല്യൂസ് എക്സിൽ എടുത്തു. y എന്ന് പറയുന്നത് 3x - 2 എന്ന് പറഞ്ഞ y വാല്യൂസും എടുത്തു. അപ്പോൾ നമുക്ക് XY വാല്യൂസ് കിട്ടി. എന്ന് ഞാൻ WB ഇനി നമ്മളിത് ലേൺ ചെയ്ത് ഈ w-ഉം b-യും അല്ലെങ്കിൽ x-ഉം y നമ്മളെ റിലേഷൻ നമുക്ക് ലേൺ ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ വേണം? w-ഉം b-യും വേണം. അപ്പോൾ w എന്ന് പറയുന്നത് നമ്മൾ 1 ആയിട്ട് കൊടുത്തു, b എന്നുള്ളത് നമ്മൾ ഇനീഷ്യലി 1 ആയിട്ട് കൊടുത്തു. എന്നിട്ട് y hat നമ്മൾ ഡിഫൈൻ ചെയ്തു. y hat എന്ന് പറഞ്ഞാൽ wx + b ആണ്. ഈ w-ൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആണ്, b-യുടെ വാല്യൂ ഇപ്പോൾ 1 ആണ്. എന്നിട്ട് ഞാൻ ലോസ് ഡിഫൈൻ ചെയ്തു. ലോസ് = y hat - y the whole square. ഓക്കെ, അതിനുശേഷം അതിൻ്റെ സം എടുക്കുകയാണ്, ഹോൾ സ്ക്വയറിൻ്റെ സം എടുക്കുകയാണ്. കാരണം ഇവിടെ 6 y hat വാല്യൂസ് ഉണ്ട്, 6 y വാല്യൂസ് ഉണ്ട്. ഇത് തമ്മിൽ കൂട്ടി സം എടുത്ത് നമുക്ക് 234 ലോസ് കിട്ടുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്തു? ലോസ് ഡോട്ട് ബാക്ക്വേർഡ് ചെയ്തു. ലോസ് ഡോട്ട് ബാക്ക്വേർഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്ത്? ഇതാണ് നമ്മൾ ശരിക്കും റിയൽ ആയിട്ട് നമ്മൾ ഡീപ്പ് ലേണിംഗ് നെറ്റ്വർക്ക് ചെയ്യുക. നമ്മൾ എന്താ ലോസ് ഡോട്ട് ബാക്ക്വേർഡ് ചെയ്തപ്പോൾ ഇനി ഈ ലോസിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് നമുക്ക് കിട്ടാം. ലോസിനെ വിത്ത് റെസ്പെക്ട് ടു w-ഉം b-യും ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ w ഡോട്ട് ഗ്രാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ w ആണ്. b ഡോട്ട് ഗ്രാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ b ആണ്. നിങ്ങൾ നോക്കിക്കുക തൊട്ടടുത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് എന്താ? ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന w വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, b വാല്യൂ എന്നും പറയുന്നത് 1 ആണ്. ശരിക്കും നമ്മൾ ലേൺ ചെയ്തെടുക്കുന്ന w വാല്യൂ 3 ആണ്.
ഇപ്പോൾ ഡബ്ല്യു വാല്യൂ ഇപ്പോൾ 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡബ്ല്യു വാല്യൂ ഇൻക്രീസ് ചെയ്യാണ് അടുത്ത് ചെയ്യേണ്ടത്, എന്നാലും നമുക്ക് 3ലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഡബ്ല്യു ഡോട്ട് ഗ്രാഡ് എന്ന് നമുക്ക് കിട്ടിയത് -74 ആണ്. -74 കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡബ്ല്യു മൈനസ് ഈറ്റ ഡെൽറ്റ ഡബ്ല്യു എന്നാണ് വരിക. അതുകൊണ്ട് ഈറ്റ ഒക്കെ അനുസരിച്ച് ഈറ്റ വരുന്ന അനുസരിച്ച് എന്ത് സംഭവിക്കും, നമ്മുടെ ഡബ്ല്യു വാല്യൂ കൂടി ഈ പതുക്കെ 3ലേക്ക് വരുന്ന രീതിയിലാണ് വരിക. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബി കിട്ടിയ എന്താണ്, പ്ലസ് വാല്യൂ ആണ്. ബിയുടെ ഇപ്പോഴത്തെ വാല്യൂ നമ്മൾ കൊടുത്തിരിക്കുന്നത് 1 ആണ്, പക്ഷേ ബിയുടെ വാല്യൂ ശരിക്കും -2 ആണ് വരേണ്ടത്. അതുകൊണ്ട് ഇവിടെ പ്ലസ് വാല്യൂ കിട്ടി. പ്ലസ് വാല്യൂ കൊടുക്കുമ്പോൾ ബിയുടെ വാല്യൂ കുറയാണ് ശരിക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ കിട്ടിയെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്കിതൊരു ലൂപ്പിലിട്ട് ചെയ്ത് നോക്കാം. അതായത് നമ്മുടെ ഇതേ സാധനം തന്നെ നമുക്ക് ലൂപ്പിലിട്ട് ഇത് ലേൺ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. നമ്മൾ ചെയ്തിരിക്കുന്ന ലേണിംഗ് റേറ്റ് 0.01 എന്ന് സെറ്റ് ചെയ്തു, നമ്മുടെ ഈറ്റ 0.01 സെറ്റ് ചെയ്തു. ഇതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രേഡിയൻ ഡിസൈൻ്റെ ഒക്കെ പണ്ട് പഴയ വീഡിയോകളിൽ പഠിച്ചതൊക്കെ ഓർക്കുന്നുണ്ട് എന്നുള്ള ധാരണപ്പുറത്താണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. സോ ഞാൻ ലേണിംഗ് റേറ്റ് ഈസ് ഈക്വൽ ടു 0.01 എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ ഡബ്ല്യു ബിയും 1 ആക്കി വെച്ചുള്ള ടെൻസേഴ്സ് ഉണ്ടാക്കി, പക്ഷേ റിക്വയർസ് ഗ്രാഡ് 2 ട്രൂ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഡബ്ല്യുവും ബിയും പ്രിന്റ് ചെയ്ത് നോക്കി 1 തന്നെയാണ്. അതിനുശേഷം നമ്മൾ ലൂപ്പ് ഇട്ടു. എന്നിട്ട് 10 പ്രാവശ്യം, അതായത് 10 എപ്പോക്ക് നമ്മൾ ആ ലൂപ്പ് റൺ ചെയ്യും. എന്നിട്ട് നമ്മൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു 20 റാൻഡം വാല്യൂസ് ആണ്. വൈ എന്ന് പറയുന്നത് എന്താണ്, 3 × x - 2 ആണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, y hat ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത പോലെ നമ്മുടെ y hat നമ്മൾ WX + B എന്ന് ഡിഫൈൻ ചെയ്തു. ഒക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ സെല്ലിൽ ചെയ്തതാണ്. ലോസും ഡിഫൈൻ ചെയ്തിട്ട് ലോസ് ഡോട്ട് ബാക്ക്വേർഡും ചെയ്തു. അപ്പോൾ നമ്മുടെ ഗ്രേഡിയൻസും ഡിസൈൻ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലേണിംഗ് റൂൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ ലേണിംഗ് റൂൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ടോർച്ച് ഡോട്ട് നോ ഗ്രാഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ടോർച്ച് ഡോട്ട് നോ ഗ്രാഡ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നേരത്തെ എക്സ് ഡിഫൈൻ ചെയ്തു, എക്സിൽ നിന്ന് വൈ കണ്ടുപിടിച്ചു, വൈയിൽ നിന്ന് ലോസ് കണ്ടുപിടിച്ചു. ഈ 3 സാധനമാണ് ചെയ്തത്. അപ്പോൾ നമ്മളത് റിക്വയർസ് ഗ്രേഡിയന്റ് ഈസ് ഈക്വൽ ട്രൂ എന്ന് പറഞ്ഞ് ഇട്ടിട്ടാണ് അത് ചെയ്തത് അല്ലേ. അപ്പോൾ ഈ പൈടോർച്ച് മനസ്സിലാക്കുന്നത് ഓക്കെ, എക്സിൽ നിന്നുള്ള മാപ്പിംഗ് ആണ് വൈയിൽ നിന്നൊരു ഫോർവേഡ് കാൽക്കുലേഷൻ ആണ് ലോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നോ ഗ്രാഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡബ്ല്യു മൈനസ് ഈറ്റ × ഡെൽറ്റ ഡബ്ല്യു എന്നുള്ള കാൽക്കുലേഷൻ ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ കാൽക്കുലേഷൻ നമ്മുടെ ഗ്രേഡിയൻ ഡിസൈൻ്റെ കാൽക്കുലേഷൻ. ഈ കാൽക്കുലേഷൻ ഒരു ഫോർവേഡ് പാസിൻ്റെ ഒരു കാൽക്കുലേഷൻ ആണ് എന്നാണ് ആര് കരുതുക, ഈ പൈടോർച്ച് കരുതുക. അത് അങ്ങനെയല്ല, ഇത് നമ്മൾ ഗ്രേഡിയൻ്റെ ബാക്കിലേക്ക് പോയി ഗ്രേഡിയൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ഫോർവേഡ് പാസിൻ്റെ ഭാഗമായിട്ടുള്ള കാൽക്കുലേഷൻ അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വിത്ത് ടോർച്ച് ഡോട്ട് നോ ഗ്രാഡ് എന്നുള്ള ഒരു സെഷൻ്റെ കീഴിൽ അത് എഴുതുന്നത്. ആ സെഷൻ്റെ കീഴിൽ വേണം നമ്മൾ ഈ അപ്ഡേറ്റ് ക്വറി എഴുതാൻ, അല്ല അപ്ഡേറ്റ് ഇക്വേഷൻ എഴുതാൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡബ്ല്യുവിനെയും ബിനെയും ലേണിംഗ് റേറ്റ് ഇൻറ്റു ഡബ്ല്യു ഈക്വൽ ഡബ്ല്യു മൈനസ്, ഇതെന്താണ് ശരിക്കും ഇത് എഴുതിയിരിക്കുന്നത്, ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡബ്ല്യു മൈനസ് എന്താണ് ഈറ്റ ഇൻറ്റു ഡെൽറ്റ ഡബ്ല്യു എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ഇത് ബി ഈസ് ഈക്വൽ ടു ബി മൈനസ് ഈറ്റ × ഡെൽറ്റ ഡബ്ല്യു. ഓക്കെ, വേറെ ഈറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ ലേണിംഗ് റേറ്റ് ആണ്. ഓക്കെ, അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രേഡിയൻ ഡിസൈൻ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നമ്മൾ ഈ ഡബ്ല്യു ഡോട്ട് ഗ്രാഡ് ഡോട്ട് 0 എന്ന് കൊടുക്കുന്നത് നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഗ്രേഡിയൻ്റ് വെച്ചിട്ട് നമ്മൾ ബിയും ഡബ്ല്യുവും കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഗ്രേഡിയൻ്റ് 0 ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, 10 ഇപ്പോക്കിൽ നമ്മൾ ഡബ്ല്യുവും ബി വാല്യൂസും നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ നിങ്ങൾ നോക്കിയിട്ട് ഞാൻ ഓരോ പ്രാവശ്യം വരുന്ന ഡബ്ല്യു ബി വാല്യൂസ് ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ഡബ്ല്യു ഡോട്ട് ഐറ്റം എടുത്ത് കഴിഞ്ഞാൽ ഡബ്ല്യു വാല്യൂ കിട്ടും, ബി ഡോട്ട് ഐറ്റം എടുത്താൽ ബി വാല്യൂ കിട്ടും. അപ്പോൾ ആദ്യം ഡബ്ല്യു ബി വാല്യൂ എന്താണ് 1 ആണ്. പിന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം നമുക്ക് ഡബ്ല്യു കിട്ടേണ്ടത് 3 ആണ്. ഡബ്ല്യുവിൻ്റെ വാല്യൂ അതൊക്കെ കൂടി വരുന്നതാണ്. കണ്ട 2.99 വരെ എത്തി. ഇത് നമ്മളൊരു 100 ലൂപ്പിൽ റൺ ചെയ്താൽ കുറേ കൂടി ഇതുണ്ടോ, നമ്മൾ ലേൺ ചെയ്ത് നമ്മൾ ആദ്യം നമുക്ക് എത്രയായിരുന്നു വാല്യൂ 1 ആയിരുന്നു. പക്ഷെ നമ്മൾ കൂടി വന്ന അവസാനം ഡബ്ല്യുവിൻ്റെയും ബിയുടെയും വാല്യൂ എക്സാക്ട്ലി 3ഉം -2ഉം നമുക്ക് കിട്ടി. അപ്പം ഇങ്ങനെ നമുക്ക് ഈ ലേണിംഗ് ലൂപ്പ് സത്യത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഓട്ടോഗ്രാഡ് വെച്ച്. ഇതാണ് ഓട്ടോഗ്രാഡിൻ്റെ ഒരു പ്രത്യേകത. ഓട്ടോഗ്രാഡ് നമ്മളിവിടെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ നമ്മുടെ ഡിഫറൻഷിയേഷനൊക്കെ മാനുവലി ചെയ്ത് ഈ വാല്യൂസ് ഒക്കെ കാൽക്കുലേറ്റ് എടുക്കേണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ആവശ്യം ഒന്നും വന്നില്ല. നമ്മൾ എന്താ ചെയ്തത്, നമ്മുടെ ഡബ്ല്യുവും ബിയും നമ്മുടെ പാരാമീറ്റേഴ്സ് ഡിഫൈൻ ചെയ്ത് നമ്മൾ റിക്വയർസ് ഗ്രാഡ് ഈസ് ഈക്വൽ ട്രൂ എന്ന് കൊടുത്തു. അതിനുശേഷം ലോസ് ഫംഗ്ഷൻ്റെ അവിടെ ലോസ് ഡോട്ട് ബാക്ക്വേർഡ് വിളിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി
ഗ്രേഡിയൻസ് അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ നടത്തി അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ വാല്യൂസ് വെച്ച് നമ്മൾ WB അപ്ഡേറ്റ് ചെയ്ത് എടുത്തു ഒരു ലൂപ്പിലിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും കിട്ടേണ്ട WB വാല്യൂസ് കിട്ടി. ഓക്കെ, ഇനി ഇത് ഞാൻ കുറച്ചുകൂടി ഒരു വലിയ പ്രോബ്ലമായിട്ട് തൊട്ടടുത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കോഡ് ഷെയർ ചെയ്യാം, നിങ്ങൾ ചെയ്ത് നോക്കുക. വേറെ ഒന്നുമല്ല, ഞാനിത് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഒത്തിരി കൂട്ടി. ഓക്കെ, നേരത്തെ 2 പാരാമീറ്റേഴ്സ് ഉണ്ടായിരുന്നു, Wയും Bയും. ഇവിടെ 1,00,000 പാരാമീറ്റേഴ്സ് ഉണ്ട്, എപ്പോക്സും കൂട്ടി. എന്നിട്ട് ഞാനിത് ചെയ്ത് നോക്കി. അതുപോലെ തന്നെ അത് ഞാനൊരു ഡിവൈസ്, നമ്മൾ കുഡാ ഡിവൈസിലിട്ടും ചെയ്ത് നോക്കുന്ന ഒരു കോഡ് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് തന്നെ നമ്മൾ കുഡാ ഡിവൈസിലിട്ട് കഴിഞ്ഞാൽ ഈ റിക്കേഴ്സ് നോ ഗ്രാഡിൻ്റെ ഒപ്പം റിക്കേഴ്സ് ഗ്രാഡ് ട്രൂവിൻ്റെ ഒപ്പം തന്നെ ഡിവൈസ് ഈക്വൽ ടു കുഡായും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് GPUവിലും ഇത് ചെയ്ത് നോക്കാം. ഈ 2 കോഡ് ഞാൻ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ കോഡ് ഷെയർ ചെയ്യാം, നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. താങ്ക് യു.